ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു കമൻറ്റിനുള്ള ഒരു റിപ്ലൈ ആണ്. അതായത് ഒരു ബ്രോ ചോദിച്ചാണ് ഒരു ബെസ്റ്റ് തംബ്നെയിൽ എഡിറ്റിംഗ് ആപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് എന്നെക്കൊണ്ട് പറ്റുന്നൊരു കണ്ടൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ ബെസ്റ്റ് തംബ്നെയിൽ എഡിറ്റിംഗ് ആപ്പ്, അപ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളാണ് നോക്കിയത്. ഒന്നാമത്തത് ഇത് ആൻഡ്രോയിഡിലും iOS-ലും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. കാരണം ഇപ്പോൾ കൂടുതൽ ഐഫോൺ യൂസേഴ്സ് കൂടുന്നുണ്ട്. സോ അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തി. ഫ്രീ ആയിരിക്കണം. ഇതിനകത്തുള്ള തംബ്നെയിലിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കണം. അത് മലയാളം ഫോണ്ട് ആഡ് ചെയ്യാൻ പറ്റിയിരിക്കണം. കാരണം വെച്ചാൽ നമ്മളൊരു തംബ്നെയിൽ എഡിക്കുമ്പോൾ എല്ലാപ്പോൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ മലയാളം വേണമെന്നുണ്ടെങ്കിൽ അത് ആപ്പിലുണ്ടായിരിക്കും. സോ കാര്യം നോക്കി എനിക്ക് കിട്ടിയത് വെറും 2 ആപ്ലിക്കേഷനാണ്. കുറേ ആപ്ലിക്കേഷൻ ഞാൻ ആഡ് ചെയ്യാൻ നോക്കി, പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഈ 2 ആപ്ലിക്കേഷനാണ് എനിക്ക് ഒരു ബെസ്റ്റായിട്ട് തോന്നിയത്. സോ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫോണ്ടോ. ഇത് നിങ്ങൾ ചില തംബ്നെയിൽ എഡിറ്റിംഗ് വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ടാവും അവർ പറയുന്ന ഫോണ്ടോ എന്നുള്ള ആപ്ലിക്കേഷൻ. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പക്ഷേ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് അവർ ആദ്യം ചോദിക്കും ഇമേജ് ആഡ് ചെയ്യണം, ടെക്സ്റ്റ് ആഡ് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. സോ അതിൽ പ്ലെയിൻ ഇമേജ് എന്നുണ്ടാവും. അത് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുകളിൽ ഒരുപാട് റേഷ്യോ കാണാം, 180x720 അങ്ങനെ കുറേ പറഞ്ഞു. സോ അതിനകത്ത് നിങ്ങൾ മുകളിൽ കസ്റ്റം ആഡ് ചെയ്തിട്ട് 1280 അടുത്ത എടുത്ത് 720 അങ്ങനെ അത് രണ്ടും കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അല്ലാണ്ട് നിങ്ങൾ അതിനകത്ത് 180 എന്നുള്ള ഒരു വേറെ റേഷ്യോ ഉണ്ട് യൂട്യൂബിനായിട്ടുള്ള. സോ അത് നിങ്ങൾ സെലക്ട് ചെയ്യാണ് ഞാനിപ്പോൾ പറഞ്ഞ റേഷ്യോയിൽ ഓക്കെ കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും യൂട്യൂബ് പറയുന്നത് 1280x720p ആണ് അതിൻ്റെ ഒരു കറക്റ്റ് റേഷ്യോ എന്നാണ്. സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ ഇതിനകത്ത് കാണിക്കുന്നില്ല. അല്ലാണ്ട് ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഫോട്ടോ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആഡ് ഇമേജ് കൊടുത്ത് ഫോട്ടോ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം, ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യാം, ഫോട്ടോ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ്. പിന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റിന് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, സ്ട്രോക്ക് എഫക്റ്റ് കൊടുക്കാം, ഷാഡോ കൊടുക്കാം, പിന്നെ ഫോണ്ട് ആഡ് ചെയ്യാം. ഫോണ്ട് ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ മലയാളം ഫോണ്ടാണ് നിങ്ങളിപ്പോൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു കസ്റ്റം ഫോണ്ടോ അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഫോണ്ടോ വേണ്ടത് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ മലയാളം ഫോണ്ട് ആഡ് ചെയ്യും. അത് നിങ്ങൾ ഫോണ്ടോന്ന് ആഡ് ചെയ്യുന്നായാലും ഏത് എഡിറ്റിംഗ് ആപ്പായാലും ഇപ്പോൾ ഫോട്ടോഷോപ്പ്, ഈ പ്രീമിയർ പ്രോ, പിക്സൽ ലാബ്, GN വീഡിയോ എഡിറ്റർ, ടൈം മാസ്റ്റർ, ഫോണിൽ എഡിറ്റ് ചെയ്യുന്നാലും ലാപ്പിൽ എഡിറ്റ് ചെയ്യുന്നാലും ഫോട്ടോ എഡിറ്റിംഗ് ആയാലും വീഡിയോ എഡിറ്റിംഗ് ആയാലും മലയാളം കീബോർഡിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്ത് നമ്മൾ ആ ഫോണ്ട് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് വരത്തില്ല. സോ അത് നിങ്ങൾക്ക് സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ച ഈ ഒരു സൈറ്റിൽ പോവുക. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കോഡായിട്ടൊരു സംഭവം കാണാൻ എനിക്ക് പിടിച്ച് കോപ്പി ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് മലയാളം FML ഫോണ്ട് സെർച്ച് ചെയ്തിട്ട് ആ ഫോണ്ടുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അത് ഓൾറെഡി ഡൗൺലോഡ് ആണെങ്കിലും ഓക്കെ, നിങ്ങൾ മലയാളം FML ഫോണ്ട് സെർച്ച് ചെയ്ത് ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്, ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യും. സോ അങ്ങനെ നിങ്ങൾ ആ ഫോണ്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ ഫോണ്ട് പോലെ ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് പറഞ്ഞല്ലോ. സോ അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതെടുത്ത് ഞാനിപ്പോൾ പറഞ്ഞ സാധനമുള്ളൂ അത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്തിട്ട് ഫോണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ മലയാളം FML ഫോണ്ട് സെലക്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ആയി വരുന്നതായിരിക്കും. അല്ലാണ്ട് നിങ്ങൾ സാധാരണ മലയാളം ടൈപ്പ് ചെയ്തതിന് ശേഷം ആ മലയാളം ഫോണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല. നിങ്ങൾ ഏത് VN വീഡിയോ എഡിറ്റർ എടുത്തോ, കൈമാസ്റ്റർ എടുത്തോ, ഫോട്ടോഷോപ്പ്, പ്രീമിയർ പ്രോ ഏതെടുത്താലും അങ്ങനെ തന്നെയാണ്. സോ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്, കുറച്ച് ലെങ്ത് കൂടിപ്പോയി. സോ എന്തായാലും ഇതാണ് ഫോണ്ടോ ആപ്ലിക്കേഷൻ. നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തംബ്നെയിലൊന്നും എഡിറ്റ് ചെയ്ത് ശീലമില്ല. സോ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള എഡിറ്റിംഗ് ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ് ഈ ഫോണ്ടോ എന്ന് പറയുന്നത്. സോ അധികം ടൂൾസും കാര്യങ്ങളും കണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കില്ല, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത്. സോ ഇതാണ് ഫോണ്ടോ ആപ്ലിക്കേഷൻ. ഇനി ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫ്ലോ. ഇതെന്ന് പറയുന്നത് നമ്മൾ VN വീഡിയോ എഡിറ്റർ ഉണ്ടല്ലോ, ഇവരുടെ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പാണ്. നിങ്ങൾ VNകത്തുള്ള ഏകദേശം എല്ലാ ഫീച്ചേഴ്സും നിങ്ങളൊരു ഫോട്ടോ എഡിറ്റിംഗ് വേണ്ടിയുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതാണ് ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം VNകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും, ഫോട്ടോ എഡിറ്റിംഗിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കസ്റ്റം ഫോണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പോലെ പറഞ്ഞ പോലെ ടെക്സ്റ്റിൽ സ്ട്രോക്ക് എഫക്റ്റ്, ഷാഡോ, ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനും പോലും അതിനകത്ത് കളർ കറക്ഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം നമ്മുടെ VNകത്തുള്ള സംഭവം. അതുപോലെ ഫിൽറ്റേഴ്സ് ഉണ്ട്. ആ ഫിൽറ്റേഴ്സിൽ പ്ലസ് ഞെക്കി നിങ്ങൾക്ക് വേണ്ട പ്രീസെറ്റുകൾ ഫോട്ടോനെ ആഡ് ചെയ്ത് കൊടുക്കാം. സോ കളർ കറക്ഷനും കളർ ഗ്രേഡിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറയുക ടെക്സ്റ്റിൽ പല എഫക്റ്റുകൾ കൊടുക്കാം, ഗ്രാഫിക്സുകളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക നല്ല ആപ്ലിക്കേഷനാണ്. പരസ്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫ്രീ ആയിട്ടൊരു ആപ്ലിക്കേഷൻ ഐഫോണിലും ഉണ്ട്, ആൻഡ്രോയിഡിലും ഉണ്ട്. സോ ഇതാണ് ഈ 2 ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് വേറെ ഒരുപാട് ആപ്ലിക്കേഷൻ ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ട് ഫോണിലാണ്, ഇപ്പം ലാപ്പിലാണ്, ഫോട്ടോഷോപ്പിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പിക്സൽ ലാബും സ്നാപ്സീഡും ആണ് യൂസ് ചെയ്തുകൊണ്ട്. സ്നാപ്സീഡിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറും പിന്നെ ടച്ചപ്സും കാര്യങ്ങളും ചെയ്തതിന് ശേഷം പിക്സൽ ലാബിനകത്ത് വന്ന് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പിക്സൽ ലാബ് ഐഫോണില്ല, അതുകൊണ്ടാണ് ഇതിനകത്ത് ആഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ബെസ്റ്റ് ആപ്ലിക്കേഷനാണ്. ഫോട്ടോഷോപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവമുണ്ട്. അതുപോലെ ക്യാൻവ നല്ലൊരു ആപ്ലിക്കേഷനാണ്. പക്ഷേ അതിനകത്ത് മലയാളം ഫോണ്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പിക്സാർട്ട് ഉണ്ട്, പക്ഷേ അതിൻ്റെ ഇൻ്റർഫേസ് അത്ര പോരാ. അതിൽ ലെയർ ബേസ്ഡ് അല്ല. അതിപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് ഓക്കെ
കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ എല്ലാം കൊണ്ടും നല്ല 2 ആപ്ലിക്കേഷനാണ് കണ്ടത്. അതാണ് ഈ ആപ്ലിക്കേഷൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ചോയ്സാണ്. ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈറ്റ് റൂം ഒക്കെ യൂസ് ചെയ്ത് കളർ ഗ്രേഡൊക്കെ ചെയ്തതിന് ശേഷം അത് സ്നാപ്സീഡിലിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഹീലിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം പിക്സൽ ലെവലിട്ട് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഏതൊക്കെ ഇതിനകത്ത് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള അതൊക്കെ ആഡ് ചെയ്ത് ഓരോ ആപ്പ് സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാം. നിങ്ങൾ ചോയ്സാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കണ്ടൻറ്റ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇപ്പം ചെയ്ത പോലെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.